പാലക്കാടും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. പാലക്കാട് കോങ്ങാട് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. തമിഴ്നാട് സ്വദേശികളായ യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് കാറുമായി ഇടിച്ചതിന് പിന്നാലെ കത്തുകയായിരുന്നു. കാറിൽ സഞ്ചരിച്ച യുവാക്കൾക്കും പരിക്കുണ്ട്. പാലക്കാട് ചെറുപ്പളശ്ശേരി സംസ്ഥാന പാതയിലാണ് അപകടം ഉണ്ടായത്. ഈ ചെറുപ്പളശ്ശേരി ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന കിയ കാറ് എതിർദിശയിലൂടെ പോകുന്ന കാറ് നേരെ ഇപ്പുറത്തെ ദിശയിലേക്ക് വരികയും ബൈക്കിൽ ഇടിക്കുകയുമായിരുന്നു. ഈ ബൈക്കിൽ TN ബൈക്കാണ്, തമിഴ്നാട് ബൈക്കാണ്. ഈ ബൈക്ക് കത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ബൈക്ക് സഞ്ചരിച്ചിരുന്ന ആളുകൾ ഏറെ ദൂരം തെറിച്ചു പോയി. അവർക്ക് വളരെ ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾക്ക് ഈ കാര്യമായി കുഴപ്പമില്ല. ബൈക്ക് കത്തുന്ന ഒരു തരത്തിലേക്ക് പോയി. ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ നമ്മോടൊപ്പം ചേരുന്നു. ഇത് എന്താ സംഭവിച്ച? അത് ഭയങ്കര സൗണ്ട് കേട്ടു. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് റോട്ടിലേക്ക് വന്നു. റോട്ടിൽ വന്നപ്പോൾ ഒരു ബൈക്ക് കത്തണു. അതിലത്തെ ഒരാൾ, അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരാൾ മരിച്ചിരിക്കും, ഒരാൾ സൈഡിലേക്ക് കടക്കണം, റോഡിൻ്റെ സൈഡിലേക്ക്. അങ്ങനെ അപ്പോൾ എന്നെ അവിടെ വലിക്കുക തമിഴിൽ പറയണം ഒരാൾ. മറ്റേ ആളൊന്നും മുണ്ടില്ല. എന്നിട്ട് ഞങ്ങൾ അയാളുടെ മരിച്ച ആളുടെ നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് അത്യാസന്ന നിലയിലാണ്, സംസാരിക്കുന്നില്ല. അത്യാവശ്യം ഇതിലാണ്, ഒന്നും സംസാരിക്കണമെന്നില്ല. വളരെ അവസരം. കത്തിപ്പോയത് എങ്ങനെയാണ്? ബൈക്ക് പെട്രോൾ ലീക്കായിട്ട് ഈ 2 പേരാണ് ബൈക്കിലുണ്ടായിരുന്നത്. 2 പേര് 5 ബൈക്കും പാടെ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവരാണ്. അവർ ഒരു ബൈക്കാണ് അടിച്ചേക്കുന്നത്. ഒരു ബൈക്ക് ഇവിടെ ഉള്ളതാണ്, മണ്ണാന്തര ഉള്ളതാണ്. ഈ പെട്രോളൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? ലീക്കായിട്ട് അങ്ങനെ കത്തിപ്പിടിച്ചതാണ്. ഈ റോട്ടിൽ മുഴുവൻ പെട്രോൾ ലീക്കായിരുന്നു. അതേ തുടർന്നാണ് ഈ ബൈക്ക് കത്തുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. എന്തായാലും ഈ ഫയർഫോഴ്സ് എത്തി പെട്രോൾ പോയതെല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന തമിഴ്നാട് സ്വദേശികളായ തമിഴിൽ സംസാരിക്കുന്ന 2 യുവാക്കൾക്കാണ് അതീവ ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത്. ഈ കോങ്ങാട് പോലീസും കോങ്ങാട് നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഉടൻ തന്നെ ആംബുലൻസിൽ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്.